എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പയർവർഗ്ഗവിള വ്യാപന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. വാരപ്പെട്ടി കണ്ടോത്തുപടിയിലുള്ള എൽദോസ് മച്ചേപ്പിള്ളിൽ എന്ന കർഷകന്റെ പാടത്താണ് പയർ വിത്ത് വിതച്ചത്. പോഷകസമൃദ്ധി മിഷന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി 160 ഹെക്ടർ സ്ഥലത്ത് മൂന്നാം വിളയായി പയർവർഗ്ഗവിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. പയർ, ഉഴുന്ന് എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. കർഷകർക്ക് ആവശ്യമായ വിത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവനുകൾ വഴി ലഭ്യമാക്കും. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ പയർ വിത്ത് വിതച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാടിന്റെ കാർഷിക സമൃദ്ധി വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മനോജ് മൂത്തടൻ പറഞ്ഞു. പോഷക സമൃദ്ധി പയർവർഗ്ഗ കൃഷി വ്യാപനത്തിന് വേണ്ടി 22 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് 160 ഹെക്ടർ സ്ഥലത്ത് പയറും അതുപോലെ തന്നെ ഉഴുന്നും ഉൾപ്പെടെയുള്ള കൃഷികൾ വ്യാപിപ്പിക്കാനുള്ളൊരു വലിയ പരിശ്രമമായി ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ കോതമംഗലം ബ്ലോക്കിൽ തന്നെ 42 ഹെക്ടർ സ്ഥലത്തോളം നമ്മൾ കൃഷി ഇറക്കുകയാണ്. പയർവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഉഴുന്നും ഉൾപ്പെടെയുള്ള കൃഷികൾ. മറ്റെല്ലാ മേഖലയിലും നമ്മൾ ഇടപെടുന്നത് പോലെ തന്നെ കൃഷിയുടെ വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പാദന രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ട് കർഷകരെ നേരിട്ട് സഹായിക്കുന്ന പദ്ധതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ കാർഷിക സമൃദ്ധിയെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന വലിയ പ്രത്യാശയാണ് ജില്ലാ പഞ്ചായത്തിനുള്ളത്. എല്ലാവരും ഒരുമിച്ച് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിനാലാണ് പദ്ധതി വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞതെന്ന് എറണാകുളം ജില്ലാ കൃഷി ഓഫീസർ ഷേർലി സക്കറിയാസ് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു 2-3 ആഴ്ച കൊണ്ടാണ് ഇത് ഈ രീതിയിലേക്ക് വന്നത്. ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഒപ്പം തന്നെ നിന്നു. ഇവിടുത്തെ കൃഷി ഓഫീസറെ അതിനുവേണ്ടി സജ്ജമാക്കി ആ രീതിയിൽ ഇവിടെ പാടം ചെയ്തു. കർഷകരെയും കൂടെ കൂട്ടിയിട്ട് വളരെ ഭംഗിയായിട്ട് ഇത് ഇന്നിവിടെ നമുക്ക് തുടങ്ങുവാനായിട്ട് സാധിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ്, വാരപ്പെട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MS ബെന്നി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.